നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിന്റെ 39ാമത് വാർഷികാഘോഷം വർണ്ണാഭമായി. കരിങ്കാളി ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ഷൈജു അവറാനും ഗായകൻ ശ്രീകുമാർ നന്ദിക്കരയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പെരിഞ്ചേരി അപ്പർ പ്രൈമറി വിദ്യാലയത്തിലെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. അവനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിന്റെ 147ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവുമായ മിഴിവ് 2025 നടന്നു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ലക്ഷദീപം വർണ്ണാഭമായി. ക്ഷേത്രം ഊരാളൻ ശങ്കർ നമ്പൂതിരിപ്പാട് ആദ്യതിരി തെളിയിച്ചു. വാർത്തകൾ വിശദമായി. ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിന്റെ 39ാമത് വാർഷികാഘോഷം വർണ്ണാഭമായി. കരിങ്കാളി ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ഷൈജു അവറാനും ഗായകൻ ശ്രീകുമാർ നന്ദിക്കരയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ മക്കളെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നി. മക്കളുടെ നമ്മൾ നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ നമ്മളുടെ മക്കള് നമ്മൾ എത്രക്കാരാവണമെന്ന് ചിന്തിക്കുന്നതിനപ്പുറം അവരിലുള്ള സർഗവാസനകൾ, കലാസൃഷ്ടികൾ, അത് ദൈവം തരുന്ന ഒരു കഴിവ് അതുപയോഗിച്ചിട്ട് അവർക്ക് എത്താൻ കഴിയട്ടെ. അതിന് ഇവിടെയുള്ള എല്ലാ മക്കളുകൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഈ ഒരു 30ാം വാർഷികത്തോടനുബന്ധിച്ച് എന്നെയും ഷൈജേട്ടനെയും ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ക്ഷണിച്ച രാഗി ടീച്ചറോടും മറ്റെല്ലാ ഭാരവാഹികളോടും ഒത്തിരി നന്ദി പറയുകയാണ്. നേരത്തെ ഷൈജേട്ടൻ പറഞ്ഞ പോലെ മക്കൾ ആരാവണം എന്താവണം എന്നൊക്കെ പറയുന്നെങ്കിൽ നമ്മൾ ആരും തല്ലി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ടേസ്റ്റിന് അവരെ വിടുക, അതാണ് ഏറ്റവും ഉത്തമം. കാരണം എൻ്റെ ഒരു കാര്യമായാലും എൻ്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ചേട്ടനെ, എൻ്റെ അച്ഛനെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു പോലീസാക്കണം എന്നുള്ളൊരിത്. പക്ഷേ അങ്ങനെയല്ല. ചേട്ടനായാലും ചേച്ചിയായാലും ആരായാലും നമ്മളൊക്കെ വേറെ ടേസ്റ്റുകളായിരുന്നു. അപ്പോൾ അതോടുകൂടി എൻ്റെ അച്ഛനും അമ്മയായാലും ഞങ്ങളുടേതായ വഴിക്ക് ആണ് നമ്മളെ വിട്ടത്. അതുകൊണ്ട് ഇന്നും ഇവിടെ വരാനും ഇങ്ങനൊരു കാര്യം ചെയ്യാനും നേരത്തെ മാഷ് പറഞ്ഞ പോലെ അത് വലിയൊരു കാര്യമാണ്. എന്തായാലും എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. CNN സ്കൂൾ മാനേജർ KG അച്യുതൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പ്രവർത്തനത്തിൽ അതിലൊരു പ്രധാന ഘടകം CNN സ്കൂളുകളാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ സ്കൂളിലാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ മക്കൾ വലുതായി വരുമ്പോഴേക്കും ഡിഗ്രി പോലും പഠിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ CNN സ്കൂളുകൾ വളരാം. ബിരുദ കോഴ്സുകൾ നമുക്ക് ആരംഭിക്കാൻ നമ്മൾക്ക് സാധിക്കും. അതിനുള്ള ശ്രമങ്ങളും ചിന്തയിലുണ്ട്, ആലോചനയിലുണ്ട്. അപ്പോൾ പ്രീ പ്രൈമറി തൊട്ട് കുട്ടികൾ ഒരു ബിരുദം നേടുന്നത് വരെ ചേർപ്പ് CNN സ്ഥാപനങ്ങളിൽ കൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. മുൻ സഞ്ജീവനി സമിതി സെക്രട്ടറി PK ദാമോദരൻ മാസ്റ്റർ സന്നിഹിതനായി. പ്രധാനാധ്യാപിക VG രാഗി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്പോർട്സ് ചാമ്പ്യന്മാർക്കുള്ള സമ്മാനദാനം ഷൈജു അവറാനും ശ്രീകുമാർ നന്ദിക്കരയും ചേർന്ന് നിർവഹിച്ചു. PTA പ്രസിഡന്റ് നിരഞ്ജൻ C. തിലക്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വാർഡംഗം ശ്രുതി ശ്രീശങ്കർ, മുൻ CNN സ്കൂൾ മാനേജർ PI സോമനാഥൻ, മാതൃസമിതി പ്രസിഡന്റ് ഹരിത ഗിരീഷ് കുമാർ,
വിദ്യാലയ സമിതി സെക്രട്ടറി TV ജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. പെരിഞ്ചേരി അപ്പർ പ്രൈമറി വിദ്യാലയത്തിലെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് ഒരു വാർഷികാഘോഷം മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ യുടെ യാത്രയയപ്പ് ചടങ്ങ് കൂടിയാണ്. ഇന്നത്തെ കാലത്ത് അധ്യാപകരായിരിക്കുക എന്നുള്ളത് തന്നെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഒരു വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപികയായിട്ട് 8 വർഷം പൂർത്തിയാക്കുകയാണ് ടീച്ചർ. ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പോലെയുള്ള വിദ്യാലയങ്ങളിൽ ജോലിയെടുക്കുന്ന അധ്യാപകരായാലും മുന്നോട്ട് പോകുന്നത്. നമ്മളെപ്പോലെ ഒരു ചെറിയ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ മിതമായ പശ്ചാത്തല സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത് വെല്ലുവിളികളുടെ കാഠിന്യം കൂടും. അപ്പം അങ്ങനെ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ച്, പ്രതിസന്ധികളെ അതിജീവിച്ച് ആണ് ശൈലജ ടീച്ചർ ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നത്. വാർഡംഗം AR രാജു അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി KR ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ വിവിധ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. വിരമിക്കുന്ന പ്രധാനാധ്യാപിക TS ശൈലജ, PTA പ്രസിഡന്റ് K ഗിരീഷ്, വാർഡംഗം KA പ്രദീപ്, സ്റ്റാഫ് പ്രതിനിധികളായ AC രമ, CU പ്രവീൺ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിന്റെ 147ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവുമായ മിഴിവ് 2025 നടന്നു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ അപ്പോഴാണ് ഇന്ത്യയെ കേരളത്തിൽ സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് അതാണ് ഈ കേരളം വിട്ട കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ ഉപചർച്ച ചെയ്യുക. ഇവിടെ 3 വയസ്സായതിൻ്റെ LKG പ്രീ പ്രൈമറികൾ ഇല്ലേ, നമ്മൾ കണ്ടില്ല. കുട്ടികൾ അതെല്ലാം കൈകാര്യം നേരത്തെ സ്കൂളിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ അനൂപ് കുമാർ, അശോക് രാജ് എന്നിവർ മുഖ്യാതിഥികളായി. സ്റ്റാഫ് സെക്രട്ടറി ജിഷ ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വിവിധ എൻഡോമെന്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. പ്രധാനാധ്യാപിക T ഗീത, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യാകുട്ടൻ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS നിഷ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ, വാർഡ് മെമ്പർമാരായ TB സുബ്രഹ്മണ്യൻ, പ്രിയ ചന്ദ്രൻ, VK രാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നാളുകളേറെ കഴിയും മുമ്പേ ആനന്ദമോടെ കഴിഞ്ഞു പോകെ പിറന്നു കണ്ണനും മറ്റും അനുഗ്രഹമായി ഓരോമനപ്പെൺകിടാവ് വേപ്പത്തുരിയത്ത് ചോറൂണ് അവർക്കായിരം കാവിലെ വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ലക്ഷദീപം വർണ്ണാഭമായി. ക്ഷേത്രം ഊരാളൻ ശങ്കർ നമ്പൂതിരിപ്പാട് ആദ്യ തിരി തെളിയിച്ചു. പ്രസിഡന്റ് പ്രവീൺ, സെക്രട്ടറി C കണ്ണൻ, വൈസ് പ്രസിഡന്റ് TK ജയൻ, മാതൃസമിതി പ്രസിഡന്റ് വത്സല, ക്ഷേത്രം വെളിച്ചപ്പാടും നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ഫർണിച്ചർ വിതരണം ചെയ്തു.
വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്തു അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി 2 ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ KA തപതി, ജ്യോതി രവീന്ദ്രൻ, KK പ്രഹർഷൻ, വൈശാഖ് വേണുഗോപാൽ, ഷൈൻ നേടിയിരിപ്പിൽ, അനിത തൃപ്തികുമാർ, രശ്മി ഷിജോ, മണി ഉണ്ണികൃഷ്ണൻ, സിജി സുരേഷ്, അനിത കാർത്തികേയൻ, ഫിഷറീസ് ഓഫീസർ അശ്വിൻ, ഫിഷറീസ് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. നാട്ടിക ശ്രീനാരായണ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി സെമിനാർ സീരീസിന് തുടക്കമായി. റിട്ടയർ പ്രൊഫസറും ഗ്രന്ഥകർത്താവുമായ ഡോക്ടർ CM നീലകണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സെമിനാർ പ്രൊസീഡിംഗ്സിന്റെ കവർ പേജ് പ്രകാശനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ PS ജയ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിജ്ഞാന പരമ്പര എന്ന വിഷയത്തിൽ ഡോക്ടർ CM നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. DBT സ്റ്റാർ സ്കീമിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സെമിനാറിൽ കല, സാഹിത്യം, കൃഷി, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, സാങ്കേതികവിദ്യ, വാസ്തുവിദ്യ, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകവും ആധുനിക ശാസ്ത്രവും സമന്വയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മുഖ്യപ്രഭാഷകൻ സംസാരിച്ചു. IQAC കോർഡിനേറ്റർ ഡോക്ടർ ശങ്കരൻ KK, കോളേജ് ചെയർമാൻ അരുൺദാസ്, ഡോക്ടർ ശ്രീല കൃഷ്ണൻ, ഡോക്ടർ യമുന, ഡോക്ടർ സുദിന എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെയും ചെമ്മാപ്പള്ളി ലൈഫ് കെയർ ക്ലിനിക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചെമ്മാപ്പള്ളിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ സോഷ്യൽ ജസ്റ്റിസ് ശ്രീദേവി കരുണാകരൻ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃപ്രയാർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ സഹകരണത്തോടെ നടന്ന ക്യാമ്പിൽ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. തൃപ്രയാർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ മാഹിൻ, മാനേജിംഗ് ഡയറക്ടർ CG അജിത് കുമാർ, MB സജീവ്, സക്കീർ ചെമ്മാപ്പള്ളി, രാമൻ നമ്പൂതിരി, പ്രമോദ് കണിമംഗലത്ത് എന്നിവർ സംസാരിച്ചു. നിസാർ കുമ്മങ്കണ്ടത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, വില്ലി പട്ടത്താനം, വിനായകൻ ചെമ്മാപ്പള്ളി, സുബിൻ തൈവളപ്പിൽ, ഷംസുദ്ദീൻ ചെമ്മാപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടർ അക്ഷയ് കുമാർ, ഡോക്ടർ റഫീഖ്, ഡോക്ടർ അബ്ദുൾ വാരിസ്, ഡോക്ടർ PU കൃഷ്ണദാസ് എന്നീ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നു. ക്യാമ്പിൽ സൗജന്യ മരുന്നു വിതരണവും പ്രമേഹ പ്രഷർ പരിശോധനയും ഉണ്ടായിരുന്നു. കാത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയുടെ മുൻവശത്തുള്ള റോഡിൽ 2 ദിശാഫലക സൂചക ബോർഡ് സ്ഥാപിച്ചു. ഇടവക വികാരിയും ഡയറക്ടറുമായ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൈക്കാരൻ ജോജി മാളിയേക്കൽ, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ KA വർഗീസ്, ലൂയിസ് താണിക്കൽ, ജെസി വർഗീസ്, ഷാലി ഫ്രാൻസിസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ സംസാരിച്ചു. ഒരുപാട് ആളുകൾ ഈ വഴിക്കൂടെ വന്ന് വഴി അറിയാതെയും അതുപോലെ തന്നെ ആൾക്കാരുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ യാത്രക്കാരുണ്ടെങ്കിൽ ചോദിച്ചു പോകാം, അല്ലെങ്കിൽ രാത്രിയിലൊക്കെ വന്നിട്ട് ഒരുപാട് പേര് ഇവിടുന്ന് വഴി തെറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ 2 സ്ഥലത്ത് നമ്മൾ ഇതിൻ്റെ ദിശ അറിയാവുന്ന രീതിയിലുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ഇതിൽ സ്ഥാപിക്കുകയാണ്. കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ബഡ്ജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർധനയ്ക്കുമെതിരെ എടക്കുന്നി വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ കച്ചവടം നടത്തുന്ന വ്യാപാരികളെയും ചെറുകിട കച്ചവടക്കാരെയും ഒക്കെ തെരുവിലിറങ്ങിക്കൊണ്ട് ഒരു വികസനം നടത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അവർക്ക് പുനരധിവാസം നൽകിക്കൊണ്ട് ഇവിടുത്തെ കോർപ്പറേഷൻ അടക്കമുള്ള ഭരണാധികാരികൾ അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസനം നടത്തണം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത്. നിരവധി മേഖലകളിലുള്ള പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ട്. സമസ്ത മേഖലയിലും തികഞ്ഞ പരാജയമായ പിണറായി വിജയൻ സർക്കാരിനെതിരെ നമ്മൾ നടത്തുന്ന ധാർമ്മികമായ സമരമാണ് ഇപ്പോൾ ഇവിടെ ഒല്ലൂരിലെ എടക്കുന്നി വില്ലേജ് ഓഫീസിന് മുന്നിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഡേവീസ് ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. സനോജ് കാട്ടുകാരൻ, EV സുനിൽ രാജ്, നിമ്മി റപ്പായി, ഫ്രാങ്കോ തൃക്കൂക്കാരൻ, ശശി പോട്ടയിൽ, ഷാജു ഫ്രാൻസിസ്, CM രാമചന്ദ്രൻ, CK ഡേവീസ് എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ ധർണയ്ക്ക് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, ബൂത്ത് പ്രസിഡന്റുമാർ, പോഷക സംഘടന ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു.
ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ മംഗല്യത്തിനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള തിരുവോണ പൂജ ബുധനാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം നടത്തുന്നതാണ്. പൂജയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ടോ അല്ലെങ്കിൽ 048723485000 9400741151 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ചേനം പുതുപ്പള്ളി കൊച്ചക്കൻ മകൻ ധർമ്മദാസൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ഭാര്യ ചന്ദ്രിക ധർമ്മദാസ്, ശ്രീകല, ശ്രീവിദ്യ എന്നിവർ മക്കളും സുധീർ, രതീഷ് എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8045 രൂപ, പവന് 64,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിന്റെ 39ാമത് വാർഷികാഘോഷം വർണ്ണാഭമായി. കരിങ്കാളി ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ഷൈജു അവറാനും ഗായകൻ ശ്രീകുമാർ നന്ദിക്കരയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പെരിഞ്ചേരി അപ്പർ പ്രൈമറി വിദ്യാലയത്തിലെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. അവനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിന്റെ 147ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവുമായ മിഴിവ് 2025 നടന്നു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ലക്ഷദീപം വർണ്ണാഭമായി. ക്ഷേത്രം ഊരാളൻ ശങ്കർ നമ്പൂതിരിപ്പാട് ആദ്യതിരി തെളിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.